നമ്മളിന്ന് ചെയ്യണ ഈ ഉരുളിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഉരുളി ഈ കോലത്തിലാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോൺക്രീറ്റ് കൂട്ടിയാണ്. കോൺക്രീറ്റ് കൂട്ടിയിട്ട് വേണം ആദ്യം കോൺക്രീറ്റ് കൂട്ടി അത് സെറ്റാക്കി അവിടെ നമ്മൾ വൃത്തം കറക്റ്റായിട്ട് വരച്ചിട്ട് ഇനിയാണ് നമ്മൾ അതിൻ്റെ മേലെ കല്ല് വെക്കൽ. അപ്പോൾ നല്ല ലൂസിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിന് വൃത്തം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ കുമ്മായം പരത്തിക്കാണ്ട് കല്ല് വെക്കും. കല്ല് റൗണ്ടിൽ തന്നെ വെക്കും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏകദേശം കുമ്മായൊക്കെ വെച്ച് ഒറ്റ കല്ല് നമ്മൾ തൂക്കുള്ളൂ. ബാക്കി നമ്മൾ ആ കല്ലിനെ അടുപ്പിച്ച് വൃത്തത്തിനെ കറക്റ്റാക്കി കൊണ്ടുപോകും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. കുറച്ച് വ്യത്യാസം തൂക്കം പോയാലും പ്രശ്നമില്ല. അത് കാരണം നമുക്ക് രസം അടിച്ചിടാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തൂക്കം പോയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ വൃത്തം കറക്റ്റായാൽ മതി, ഉൾവീതി കറക്റ്റായാൽ മതി. അതാണ് നമുക്ക് വേണ്ടത്. ചെറിയ തൂക്കം കൊണ്ട് പോയാലൊന്നും വിഷയമല്ല. അപ്പോൾ നമുക്കത് തേച്ച് ഉള്ളിൽ വീതി കൂട്ടാനുള്ളതാണ്. റൗണ്ടാക്കി എടുക്കുമ്പോൾ തൂക്കത്തിൽ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളല്ല, ചെറിയ മാറ്റങ്ങളൊന്നും വിഷയമല്ല. അങ്ങനെ നമ്മൾ കല്ല് ഫുള്ള് റൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ ശരിക്കും അടക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ കുമ്മായം വീണതൊക്കെ എടുത്തുകൊണ്ട് ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പാക്ക് ചെയ്യണം. അതായത് ഒരു പട്ടിക കഷ്ണം വെച്ചുകൊണ്ടാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. കല്ലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പകുതി പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് റൗണ്ടാക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ കല്ലിനും സിമെൻറ്റ് ഗ്യാപ്പ് നല്ല വെട്ടി ഇറക്കുകയാണ്. കാരണം വെട്ടി ഇറക്കാഞ്ഞാൽ ഇത് ടൈറ്റ് ആവില്ല, പിന്നെ സ്ട്രോങ് കുറയും. അപ്പോൾ നല്ല ടൈറ്റാക്കി വെട്ടി ഇറക്കിയിട്ടാണ് നമുക്ക് പരിപാടി. അങ്ങനെ ഏകദേശം വെട്ടി ഇറക്കി ഒക്കെ പോയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഉള്ളും നമ്മൾ അടക്കുന്നുണ്ട്. ഉള്ളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ അടക്കുന്നുണ്ട്. കാരണം അടിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഉള്ളൊക്കെ അടിച്ച് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിൽ ചെറിയൊരു കമ്മിയുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ അവിടെ ഉള്ളത് സാധാരണ നമ്മൾ ഇഷ്ടിക വെക്കൽ, അവിടെ ഇഷ്ടിക ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർലോക്ക് തന്നെ വെച്ച് അവിടുന്ന് എടുത്ത് വെച്ച കുറച്ച് ഇൻ്റർലോക്ക് ഉണ്ട്, അത് തന്നെ നമ്മൾ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വൃത്തം നമ്മൾ കറക്റ്റായാണ്. വൃത്തം കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സൈഡ് പിടിപ്പിച്ച് തരാൻ തുടങ്ങി. അന്ന് തന്നെ നമ്മളെന്ത് ചെയ്തേ, റൗണ്ട് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിച്ച് വിട്ട് ഒന്ന് ഷേപ്പാക്കി വെച്ച്, എന്നാലും നമുക്ക് ഒറ്റയ്ക്ക് പണി കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് തന്നെ എന്ത് ചെയ്തു, നമ്മൾ ഒരു റൗണ്ടാക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൗണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് പിന്നെ ആ പണി റൗണ്ടാക്കൽ മാത്രമേ അന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ എടുത്ത് ചെയ്ത്. അപ്പോൾ ഈ കോലത്തിലായി. പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ മേലെ നല്ല സ്ട്രോങ് അടിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കുമ്മായം അടിക്കുകയാണ്. അപ്പോൾ സ്ട്രോങ് നല്ല ടൈറ്റിൽ തന്നെ അടിച്ചിട്ടുള്ളത്. കാരണം ഇത് നല്ല കനം കയറുന്നതുകൊണ്ട് നല്ല ടൈറ്റിൽ അടിച്ചാലേ നമുക്ക് അത് പൊട്ടാതെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഒരു ടൈറ്റ് കുമ്മായാണ് അടിക്കേണ്ടത്. സ്ട്രോങ് അടിച്ചതിന് ശേഷം ടൈറ്റ് കുമ്മായം. പിന്നെ നമ്മൾ വൃത്തം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈവുഡിൻ്റെ കഷ്ണം വെട്ടിയിട്ട് അതിൽ നമ്മൾ ആ വൃത്തത്തിൻ്റെ സൈഡ് കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ച് കറക്റ്റ് വലിച്ച് റെഡിയാക്കി കണ്ട് എന്ത് ചെയ്തു, നമ്മൾ മിനുക്കുകയാണ്. 10 വെച്ചാണ് മിനുക്കേണ്ടത്. ഒറ്റ സൈഡിലേക്ക് മാത്രമേ മിനുക്കുള്ളൂ. പിന്നെ അതിൻ്റെ ചാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ മേലെ ഇൻ്റർലോക്ക് തന്നെ വെക്കുന്നുണ്ട്. സാധാരണ ഇഷ്ടിക തന്നെ വെക്കൽ, അവിടെ ഇഷ്ടിക ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻ്റർലോക്ക് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഗ്രൗട്ട് വെച്ച് എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഇൻ്റർലോക്ക് വൃത്തത്തിൽ വെക്കുകയാണ്. ഒരു കറക്റ്റ് അളവിൽ വെച്ച് കണ്ടാണ് വെക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സംഭവങ്ങളൊക്കെ പാടും. അപ്പോൾ ഇൻ്റർലോക്ക് വെച്ച് അങ്ങനെ ആ മേലെ വെച്ച് അത് തേച്ച് റെഡിയാക്കി സെറ്റാക്കി. ഇപ്പോൾ അതിൻ്റെ മേലത്തെ ബക്കു നമ്മൾ തേച്ച്, ആ ഇഷ്ടികയല്ല ഇൻ്റർലോക്ക് വെച്ചതും തേച്ച് ഇപ്പോൾ ഈ കോലത്തിലാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഉള്ള പരിപാടി അതിന് ബക്കൊന്ന് ഉരുട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബക്ക് ഉരുട്ടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് പിന്നെ ഞാൻ അടുത്ത പണി തുടങ്ങേണ്ടത്. പിന്നെ നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഉരുളി കൈ കൊടുക്കണം, വട്ടക്കണ്ണി. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിന് തന്നെ ഗ്രൗട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുമ്മായം അടിച്ചിട്ട് വട്ടത്തിൽ ഒരു ഇതാക്കി ചെയ്യണം. അപ്പോൾ നടുക്കിലൊരു ആണി അടിച്ച് ആ ആണിമേലാണ് നമ്മൾ വൃത്തം കറക്റ്റാക്കുന്നുണ്ട്. അങ്ങനെ ഈ സൈഡിലെ പണി ഏതായാലും കഴിഞ്ഞ്. അപ്പോൾ 2 കയ്യുമാണല്ലോ പുടുത്തം വട്ടക്കണ്ണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ കഴിഞ്ഞ്. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ദിവസം അതിൻ്റെ മേലെ പൊടി ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി വെക്കുന്നുണ്ട്. കാരണം ഗ്രൗട്ട് കൊടുത്താൽ ലൂസായി കൊഴിഞ്ഞാടും. അതുകൊണ്ട് പൊടി തന്നെ വെച്ചിട്ട് എല്ലാം സ്ട്രോങ്ങായി. ഇപ്പോൾ നല്ല അത്യാവശ്യം ക്ലിയറായി. കാരണം എന്നിട്ട് അതിൻ്റെ മേലെ ബ്രഷ് ഒന്ന് വലിച്ചു കൊടുത്താൽ പക്കായി. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടി ആണി വെക്കണ
സെറ്റപ്പ് വേണം. അപ്പോൾ ഗ്രൗട്ട് ഇട്ടിക്കിട്ട് അതിൻ്റെ മേലെ വല്ല ടൈറ്റ് ചെയ്ത് വെക്കണം, ഷേപ്പാക്കി വെക്കണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ കയ്യിൽ വെച്ചുകാണ്ട് നമ്മൾ ഉരുട്ടിക്കാണ്ട് നേരെ ആണി മാനിക്ക് വെച്ചുകാണ്ട് അതിന് ടൈറ്റാക്കി വെക്കും. അപ്പോൾ അത് ക്ലിയർ ആവും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഈ സൈഡിലെ വട്ടക്കണ്ണി പിടുത്തം ഏതായാലും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലേക്കാണ്. ഇതിപ്പോൾ ഏകദേശം ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ പണിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ശരിക്കും വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് ആദ്യം സ്റ്റോങ് വെച്ച് അതിന് മേലെ കുമ്മായ പരത്തി, സ്റ്റോങ് കുമ്മായ കേട്ടോ, അത് 3-1 കൂട്ടാണ്, സാധാരണ കൂട്ടല്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ആണി അടിച്ചിട്ട് വൃത്തം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആണി അടിച്ചിട്ടുണ്ട്. ആണി നമ്മൾ പറിച്ച് ഒഴിവാക്കും. കറക്റ്റ് ടൈം വെച്ചിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അത് ചട്ടം കൊണ്ട് വെട്ടി കറക്റ്റ് ചെയ്യലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മൾ ചട്ടം കൊണ്ട് തന്നെ ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല. ചട്ടം റൗണ്ടിൽ വരച്ചതിന് അത് ഫുള്ള് അരിഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് മിനുക്കി ഒഴിവാക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അത് ചെറിയ ചട്ടം നമ്മളെ കയ്യിലില്ലായിരുന്നു, വേറെ ചട്ടമായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചട്ടം തന്നെയാണ്. ഇത് നമ്മൾ 2 സ്ഥലത്തായിട്ട് പണി നടക്കുന്നതുകൊണ്ട് ഈ ഒരു ചട്ടം തന്നെ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ആണിയും കൂടി വെക്കണം. ആണി 3 ആണി മേലെയും 1 ആണി അടിയിലും, അതാണ് നമ്മളെ കണക്ക്. അപ്പോൾ ഗ്രൗട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ആണീൻ്റെ ഷേപ്പിലാക്കിയിട്ട് അത് നമ്മൾ പറ്റിച്ചിട്ട് അല്ല ടൈറ്റായിട്ട് ടമ്പറായിട്ട് വെക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം മേലത്തെ 3 ആണി അടിയിൽ 1 ആണി കൂടി വെച്ച് എന്നിട്ട് ലാസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ചെറിയ 1 ഇഞ്ചിൻ്റെ ബ്രഷ് ആയിട്ടാണ് വലിക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തീർന്നു വീണു. അങ്ങനെ ഇപ്പോൾ നമ്മളെ ഈ ചെമ്പിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്, അതായത് ഉരുളിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പെയിൻറ്റിങ് ആണ്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞിട്ടുള്ള ഷേപ്പാണിത്. വൈറ്റ് വാഷ് ഞങ്ങൾ ആദ്യം അടിച്ചിട്ടിരുന്ന്. അങ്ങനെ നമ്മളിനി ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുകയാണ്. ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാനൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതായത് ലാസ്റ്റ് അടിക്കുന്ന ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ. ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അപ്പോൾ അത് മേലായി എല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒറ്റപ്പാട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ എല്ലാം ക്ലിയർ ആയി വരും. അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കളർ ചേഞ്ച് ചെയ്യണം, സാധാ ഉള്ളിൻ്റെ ഷേപ്പിലോട്ട് വരണം. അങ്ങനെ നമ്മൾ ഏകദേശം ഉള്ളിൻ്റെ ഷേപ്പിലേക്കായി ഒക്കെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ നടുക്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു മുന്തിരി വള്ളിയും കുറച്ച് ചെടികളൊക്കെ ഉള്ളിൽ വെച്ച്. ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ അതിലൊരു ചെടിയായി. ഇതാണ് നമ്മളെ ഉള്ളിൻ്റെ പണി. ഇത്